1950കളിൽ ഇന്ത്യയിൽ നിന്നും സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ മുഖ്യമായും കടത്തുബോട്ടിനെ അഥവാ ഫെറിയെ ആശ്രയിച്ചായിരുന്നു. ചെന്നൈയിൽ നിന്നും ട്രെയിനിൽ യാത്ര തിരിക്കുന്ന ഒരാൾ ധനുഷ്കോടിയിൽ എത്തുമ്പോൾ അവിടെ ഒരു ബോട്ട് ശ്രീലങ്കയിലെ തലൈമനാറിലേക്ക് പോകാൻ തയ്യാറായി നിൽപ്പുണ്ടാവും. അതുപോലെ ആ ബോട്ടിലെത്തിയവർ ട്രെയിനിൽ കയറി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യും. ബോട്ടുമെയിൽ ട്രെയിൻ അഥവാ ഇന്തോ സിലോൺ എക്സ്പ്രസ് എന്നായിരുന്നു ഈ സർവീസ് അറിയപ്പെട്ടിരുന്നത്. ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 19 മണിക്കൂർ യാത്ര ചെയ്ത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ധനുഷ്കോടിയിലെത്തും. അവിടെ നിന്നും 6 മണിക്ക് പുറപ്പെടുന്ന ബോട്ട് 3.5 മണിക്കൂർ കൊണ്ട് തലൈമനാറിലെത്തും. പാമ്പൻ സ്റ്റേഷനിൽ നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്ര കടലിൽ നിർമ്മിച്ച റെയിൽവേ പാലത്തിൽ കൂടിയാണ്. 1964 ഡിസംബറിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ബോട്ടുമേൽ ട്രെയിനിനെ കടലിലേക്ക് ചുഴറ്റിയെറിഞ്ഞു. 100-ലധികം പേർ മുങ്ങി മരിച്ചു. റെയിൽവേ ട്രാക്കും ധനുഷ്കോടി ടൗണും നാമാവശേഷമായി. അതോടെ ബോട്ടുമെയിൽ സർവീസ് ഇല്ലാതെയായി. പിൽക്കാലത്ത് രാമേശ്വരം എക്സ്പ്രസ് എന്ന പേരിൽ ധനുഷ്കോടിയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബർ കൗണ്ട് കുറച്ച് കുറവാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് 1952 അന്നത്തെ മദ്രാസിനെ പിടിച്ചുകുലുക്കിയ, അതായത് ഇന്നത്തെ ചെന്നൈ പിടിച്ചുകുലുക്കിയ അലവന്താർ മർഡർ കേസാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രതിസ്ഥാനത്ത് വരുന്നത് മലയാളികളാണ്. അന്ന് കേരള സ്റ്റേറ്റ് രൂപീകൃതമായിട്ടില്ല. അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. 1952 ഓഗസ്റ്റ് 29 രാവിലെ മനമധുരൈ സ്റ്റേഷൻ. ഞാൻ കയറിയ ട്രെയിൻ തലേന്ന് രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ബോട്ടുമേൽ ട്രെയിൻ മനമധുരൈ സ്റ്റേഷനോട് സമീപിക്കുന്നു. അതിലെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒന്നിലെ യാത്രക്കാർ അസഹ്യമായ ദുർഗന്ധത്താൽ വീർപ്പുമുട്ടുകയായിരുന്നു. ഒരു സീറ്റിനടിയിൽ വെച്ചിരിക്കുന്ന സ്റ്റീൽ ട്രങ്ക് പെട്ടിയിൽ നിന്നായിരുന്നു ആ ദുർഗന്ധം. 10:15 ട്രെയിൻ മനമധുരൈ സ്റ്റേഷനിലെത്തി. ഉടനെ തന്നെ യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് കമ്പാർട്ട്മെൻറ്റിലെത്തി. വലിപ്പമേറിയൊരു പെട്ടി, അതിൽ നിന്നും എന്തോ ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നു. സഹിക്കാനാവാത്ത ദുർഗന്ധം. റെയിൽവേ പോലീസ് പെട്ടി വെളിയിലിറക്കി. വിവരമറിഞ്ഞ് ലോക്കൽ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ അധികാരികളുടെ സാന്നിധ്യത്തിൽ അത് തുറന്നു. വല്ലാത്തൊരു ഭീകര ദൃശ്യമായിരുന്നു അത്. തലയില്ലാത്ത നഗ്നമായ ഒരു ഉടൽ, ജീർണാവസ്ഥയിലായ ഒരു പുരുഷ ശരീരം, അവയവങ്ങൾ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇൻക്വസ്റ്റ് പരിശോധനയിൽ പുരുഷൻ സുന്നത്ത് ചെയ്ത ആളാണെന്ന് മനസ്സിലായി. അതായത് ലിംഗ അഗ്ര ചർമ്മം മാറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കാലിൽ പച്ച നിറത്തിലുള്ള ഒരു സോക്സും ധരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ആൾ മുസ്ലിം ആണെന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു. എന്നാൽ അയാളുടെ അരയിൽ കട്ടിയുള്ള ഒരു വെള്ള തുണിനൂൽ കൊണ്ടുള്ളൊരു കെട്ടുണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ഹിന്ദു പുരുഷന്മാരുടെ രീതിയായിരുന്നു. എങ്കിലും അതിന് പോലീസ് വലിയ പ്രാധാന്യം നൽകിയില്ല. മരണപ്പെട്ട ആളെ തിരിച്ചറിയാവുന്ന മറ്റു തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മനമധുരൈ പ്രദേശം മധുരൈ ജില്ലയിൽപ്പെടുന്നതാണ്. കണ്ടെത്തിയ ജലം എർസ്കിൻ ഹോസ്പിറ്റലിലേക്ക്, അതായത് ഇപ്പോഴത്തെ മധുര മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണസ്വാമി ആയിരുന്നു ഓട്ടോപ്സി, അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഒരു റേഡിയോളജിസ്റ്റ് കൂടിയായിരുന്ന അദ്ദേഹം എക്സ്റേയുടെ സഹായത്തോടു കൂടിയാണ് ടെസ്റ്റുകൾ നടത്തിയത്. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സുന്നത്ത് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലായിട്ടുണ്ടായിരുന്നത്. വാർത്താമാധ്യമങ്ങൾ പോയിട്ട് ടെലഫോൺ സൗകര്യം പോലും കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ, എല്ലാവിധ സൗകര്യങ്ങളും പരിമിതമായ ആ കാലത്ത് മരണപ്പെട്ട ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു. ബോഡി മദ്രാസ് മെഡിക്കൽ കോളേജിലോട്ട് അയച്ചു. മദ്രാസ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CB ഗോപാലകൃഷ്ണയുടെ ടേബിളിലേക്കാണ് അത് എത്തിയത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് 2ാമത്തെ കേസാണ്. ഉടലില്ലാത്ത ഒരു തല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മദ്രാസിനടുത്തുള്ള ഒരു ഇടത്തരം പട്ടണത്തിലെ ഒരു കടൽ തീരത്ത് നിന്നുമാണ് അത് കണ്ടെത്തിയത്. ഡോക്ടർ ഗോപാലകൃഷ്ണ വിശദമായൊരു ഓട്ടോപ്സി ചെയ്തു. തല ജീർണാവസ്ഥയിലായിരുന്നു. മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് സെർവിക്കൽ വെർട്ടിബ്ര ഭാഗത്താണ് ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. ഉടലിൻ്റെ സെർവിക്കൽ വെർട്ടിബ്ര ഭാഗവും ശിരസിൻ്റെ ഭാഗവും തമ്മിൽ നന്നായി യോജിക്കുന്നുണ്ട്. ശരീരത്തിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള കുത്തുകളുണ്ട്. ഹൃദയത്തിലേറ്റ കുത്തുമൂലമാണ് ആൾ മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ 40-നും 45-നും പ്രായമുള്ള ആളുടേതാണ് ബോഡി. 2 പല്ലുകൾ കൂടിച്ചേർന്ന് കട്ടപ്പല്ലായി കാണപ്പെട്ടിരിക്കുന്നു. ഇത് ആളെ തിരിച്ചറിയാനുള്ള ഏക അടയാളമാണ്.
ഓഗസ്റ്റ് 29 രാത്രിയിൽ ചെന്നൈയിലെ പാരിസ് ബസാറിന് സമീപമുള്ള ഒരു വീട്. അവിടുത്തെ ഗൃഹനായിക ഏറെ പരിഭ്രാന്തിയോടുകൂടി ഓടി നടക്കുകയായിരുന്നു. പാരിസ് ബസാറിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ ബിസിനസ് നടത്തുകയായിരുന്ന അവരുടെ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്താതായിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. എവിടെ പോയാലും ഭർത്താവ് തിരിച്ചെത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. പാരിസ് ബസാറിൽ ഫൗണ്ടൻ പെന്നിൻ്റെ മൊത്ത ഡീലർമാരായ ജെം ആൻഡ് കമ്പനിയുടെ ഷോപ്പിനോട് ചേർന്നാണ് അവരുടെ ഭർത്താവ് അലവന്താർ ബിസിനസ് നടത്തുന്നത്. പട്ടാളത്തിലെ സേവനത്തിന് ശേഷം വിരമിച്ച അലവന്താർ ഒരു തൊഴിൽ മാർഗം എന്ന നിലയിലാണ് പ്ലാസ്റ്റിക് പാത്ര കച്ചവടം ആരംഭിച്ചത്. അക്കാലത്ത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വലിയ ആകർഷക വസ്തുക്കളായിരുന്നു. ജെം ആൻഡ് കമ്പനി ഉടമസ്ഥർ ചെട്ടി സമുദായക്കാരാണ്. അലവന്താറും ചെട്ടിയായിരുന്നു. ആ ജാതി സ്നേഹമാണ് അയാൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ സൗകര്യം കൊടുക്കാൻ അവർക്ക് പ്രേരണയായത്. അവർ നടന്ന് പാരിസ് ബസാറിലെത്തി. അവിടെ കടകൾ അടച്ചു തുടങ്ങിയിരുന്നു. ജെം ആൻഡ് കമ്പനി ഷോപ്പും അടയ്ക്കാൻ തുടങ്ങുന്നു. തൊട്ടടുത്തുള്ള അലവന്താറിന്റെ ഷോപ്പ് അടഞ്ഞു കിടക്കുന്നു. അവർ ഭർത്താവിനെ പറ്റി ജെം ആൻഡ് കമ്പനി ഉടമയായ കണ്ണൻ ചെട്ടിയോട് അന്വേഷിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് അലവന്താറിനെ അന്വേഷിച്ച് ഒരു സ്ത്രീ വന്നിരുന്നു. ഉടനെ തന്നെ അയാൾ കട അടച്ച് അവരോടൊപ്പം പോകുന്നത് കണ്ടു. പിന്നീട് ഇതേവരെ അയാൾ അവരെ കണ്ടിട്ടില്ല, കണ്ണൻ ചെട്ടി പറഞ്ഞു. അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അലവന്താർ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് കണ്ണൻ ചെട്ടിക്കും കാര്യം ഗൗരവമുള്ളതാണെന്ന് തോന്നി. അയാൾ ആ സ്ത്രീയെയും കൂട്ടി അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. അലവന്താറിനെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് പരാതി നൽകി. പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് റായപുരം പ്രദേശത്ത് ഒരു അന്വേഷണത്തിന് പോയ ഒരു കോൺസ്റ്റബിൾ തിരികെ സൈക്കിളിൽ വരുമ്പോഴാണ് കടൽ തീരത്ത് ഒരു ഷർട്ടിൽ പൊതിഞ്ഞ എന്തോ ഒരു വസ്തു കിടക്കുന്നത് കണ്ടത്. പോലീസുകാരെ വളരെ ഒരു ആശ്ചര്യത്തോടെ അതിനടുത്ത് ചെല്ലുകയും മണ്ണിൽ പാതി പൊതിഞ്ഞ് കിടന്നിരുന്ന ആ ഒരു പൊതി വലിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മുറിച്ചു മാറ്റപ്പെട്ട ഒരു ശിരസ്സായിരുന്നു അത്. താമസിയാതെ അത് മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് അയക്കപ്പെട്ടു. അവിടെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മധുര മെഡിക്കൽ കോളേജിൽ നിന്നും തലയില്ലാത്ത ഒരു ബോഡി അവിടെ എത്തുന്നത്. അവ രണ്ടും ഒരാളുടേതാണെന്ന് ബോധ്യമായി. ഇൻസ്പെക്ടർ അലവന്താറിൻ്റെ ഭാര്യയും കൂട്ടി മദ്രാസ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോയി. അവിടെ സൂക്ഷിച്ച ജഡം കാണിച്ചു. ശരീരം വളരെയധികം ജീർണാവസ്ഥയിലേക്ക് ആയതിൻ്റെ പേരിൽ തന്നെ അവർക്ക് ആ ഒരു ബോഡി തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് അവർ ആ കട്ടപ്പല്ല് കാണുന്നത്. 2 പല്ല് കൂടി ചേർന്ന് കട്ടപ്പല്ലായി മാറിയിരുന്നു. അവർ ആ ഒരു അടയാളം വെച്ച് ആ ബോഡി അവർ തിരിച്ചറിഞ്ഞു. ബോഡി അലവന്താറിൻ്റെ തന്നെയായിരുന്നു. 42 വയസ്സുണ്ടായിരുന്ന അയാൾക്ക് മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജൻ്റെ കണ്ടെത്തലുകൾ, അതായത് അയാൾക്ക് 45 വയസ്സായിരുന്നു. അപ്പോൾ മദ്രാസിലെ ഫോറൻസിക് സർജൻ്റെ കണ്ടെത്തലുകൾ വളരെയേറെ അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ ചെന്നൈ പത്രങ്ങളുടെ മുൻപേജിൽ വലിയ വാർത്ത ഇതായിരുന്നു: പാരിസ് ബസാറിലെ പ്രമുഖ ബിസിനസ്മാൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അലവന്താറിനെ വിളിച്ചുകൊണ്ടുപോയ സ്ത്രീ ആരെന്ന് കണ്ടെത്താനായി പോലീസിന്റെ ശ്രമം. പാരിസ് ബസാറിലെത്തി കണ്ണൻ ചെട്ടിയെയും ചുറ്റുപാടുമുള്ള മറ്റു കച്ചവടക്കാരെയും അവർ ചോദ്യം ചെയ്തു. അവരിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് റായപുരത്ത് താമസിക്കുന്ന ദേവകി എന്നൊരു യുവതിയാണതെന്ന് മനസ്സിലായി. മലയാളിയായ അവർ കുറച്ചു കാലമായിരുന്നു ചെന്നൈയിൽ തന്നെ താമസിക്കുകയാണ്. പോലീസ് റായപുരത്തെത്തി ദേവകിയുടെ വീട് കണ്ടുപിടിച്ച്. എന്നാൽ അവരിലെത്തുമ്പോൾ അത് പൂട്ടിയിരിക്കുകയായിരുന്നു. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി അവരെ കാണാനുമില്ല. പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓഗസ്റ്റ് 28 രാത്രി ബോട്ടുമേൽ ട്രെയിനിൽ ട്രങ്ക് പെട്ടി കയറ്റിയ ആളെ പറ്റിയൊന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമെന്നായിരുന്നു ഇൻസ്പെക്ടറുടെ ശ്രമം. ഏറെ നേരത്തെ അന്വേഷണത്തിനുള്ളിൽ ആ ട്രങ്ക് പെട്ടി കയറ്റാൻ സഹായിച്ച ഒരു പോർട്ടറെ കണ്ടെത്തി. നന്നായി വസ്ത്രം ധരിച്ച ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് അത് കൊണ്ടുവന്നതെന്ന് അയാൾ പറഞ്ഞു. കണ്ടിട്ട് ഏതൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നി. പോലീസ് റായപുരത്തെ ദേവകിയുടെ വീട്ടിലെത്തി. ചുറ്റുപാടും ധാരാളം വീടുകളൊക്കെ ഉണ്ട്. ഔദ്യോഗിക അനുമതിക്ക് ശേഷം പൂട്ട് പൊളിച്ച് പോലീസ് ആ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. ഒരു കൊച്ചു വീട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ തറയും ചുവരെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ മനസ്സിലാകുന്നുണ്ട്. എന്തോ ഒരു രൂക്ഷഗന്ധം അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ചില ചവറുകളും മറ്റും അവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്. ദേവകിയെ പറ്റി അയൽവാസികളിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അവർ ശേഖരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഹിന്ദി പ്രചാര സഭയുടെ ഒരു പ്രചാരകമായിട്ടാണ് അവിടെ എത്തിയത്, മദ്രാസിലെത്തുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പോയി വിവാഹം കഴിച്ചു. ഇപ്പോൾ ഭർത്താവ് ഒന്നിച്ചാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഓഗസ്റ്റ് 28 ഉച്ചയ്ക്ക് ശേഷം ദേവകിയും കോട്ടും സ്യൂട്ടും അണിഞ്ഞ ഒരാളും വീട്ടിലേക്ക് കയറി പോകുന്നത് പലവരും കണ്ടിരുന്നു. ബന്ധുവോ മറ്റോ ആകാം എന്നാണ് അവരൊക്കെ കരുതിയത്.
പിന്നീട് അയാൾ എപ്പോൾ തിരികെ പോയി എന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല, അതാർക്കും അറിയുകയുമില്ല. പിറ്റേന്ന് മുതൽ വീട് പൂട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അവർ കേരളത്തിൽ പോയിട്ടുണ്ടാകുമെന്നാണ് അവരെല്ലാം കരുതിയത്. കിട്ടിയ വിവരങ്ങൾ വിശകലനം ചെയ്ത പോലീസിന് ചില ഊഹങ്ങളുണ്ടായി. ഓഗസ്റ്റ് 28-ന് ഉച്ചയോടുകൂടി ദേവകി കടയിലെത്തി അലവന്താറിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അലവന്താറും ഭർത്താവും അവിടെ ഉണ്ടായിട്ടുണ്ടാവണം. വീട്ടിലേക്ക് കയറിപ്പോയ അലവന്താറിനെ പിന്നെ കാണുന്നത് പിറ്റേ ദിവസം തലയില്ലാത്ത രൂപത്തിൽ ട്രങ്ക് പെട്ടിക്കുള്ളിൽ മനമധുരൈ റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രങ്ക് പെട്ടി ട്രെയിനിൽ കയറ്റിയത് ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ദേവകിയുടെ ഭർത്താവായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അലവന്താർ ദേവകിയുടെ വീട്ടിനുള്ളിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. പക്ഷെ എന്തിന്? പാരീസ് ബസാറിൽ പ്ലാസ്റ്റിക് കച്ചവടം ചെയ്യുന്ന അലവന്താറും ഹിന്ദി പ്രചാര സഭയുടെ പ്രചാരകായ ദേവികയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഈ ഒരു കൊല ചെയ്യാൻ പാകത്തിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത്? അതിനെക്കുറിച്ച് പോലീസ് അലവന്താറിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു. അയാളുടെ ഭാര്യയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചേർന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു അലവന്താർ. അവിടെ നിന്നും പിരിഞ്ഞ ശേഷമാണ് കന്ദൻ ചെട്ടിയുടെ സഹായത്തോടു കൂടി അവിടെ തന്നെ അയാളുടെ ഷോപ്പിന് സമീപം തന്നെ അയാൾ ഈ ഒരു പ്ലാസ്റ്റിക് കച്ചവടം തുടങ്ങുന്നത്. അന്നൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആകർഷകം മാത്രമല്ല, ഒരു ആഡംബരത്തിൻ്റെ അടയാളം കൂടിയായിരുന്നു കേട്ടോ. മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത് സാരി, പെർഫ്യൂം, ഇതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കുന്ന ഒരു ബിസിനസ്സും കൂടി അലവന്താറിന് അവിടെ ഉണ്ടായിരുന്നു. അലവന്താറിൻ്റെ വേഷമായിരുന്നു അയാളെ ശ്രദ്ധേയനാക്കിയത്. കാണാൻ അത്ര ചേർച്ചയൊന്നുമില്ലെങ്കിലും ഓവർകോട്ടും ടൈയും പാൻറ്റും ധരിച്ച് ആണ് അയാളെ എപ്പോഴും ആളുകൾ കണ്ടിട്ടുള്ളൂ. ഒരു തനി നാടൻ സായിപ്പ്. എപ്പോഴും ഒരു ചിരിയോടെ അല്ലാതെ ആരും അയാളെ കണ്ടിട്ടില്ല. അയാൾക്ക് കറുപ്പ്, അതായത് ഒപ്പിയം എന്ന് പറയും, ഈ ഒപ്പിയം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. കൂടാതെ ഇടയ്ക്കെപ്പോഴോ അയാൾ സുന്നത്ത് ചെയ്യുകയും ചെയ്തു. ഇത് ഭാര്യയിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. യാഥാസ്ഥിതിക ഹിന്ദുവായ ഈ അലവന്താർ മതം മാറിയോ എന്നൊരു സംശയം വരെ ഭാര്യയ്ക്കുണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതിന് അയാൾ കൊടുത്ത വിശദീകരണം അവരെ അമ്പരിപ്പിച്ചു. സുന്നത്ത് ചെയ്ത ലൈംഗിക ശക്തി വർദ്ധിക്കുമെന്നാണ് അലവന്താർ ഭാര്യയ്ക്ക് കൊടുത്ത ഒരു വിവരണം, എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഭാര്യയുമായി അലവന്താറിൻ്റെ ഒരു ബന്ധം വളരെ തണുത്തതായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കി. അലവന്താറിന് മറ്റ് ചില ബന്ധങ്ങൾ ഉണ്ടാവാം എന്നും അവർ സംശയിച്ചിരുന്നു. അന്വേഷണം ആ വഴിക്ക് തിരിഞ്ഞു. അയാൾ പലപ്പോഴും മദ്രാസ് YMCA സന്ദർശിക്കാറുണ്ടെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ബിസിനസ്സിനേക്കാൾ കൂടുതൽ സമയം YMCAയിലും മറ്റും കറങ്ങി നടക്കാനാണ് അലവന്താർ ചിലവഴിച്ചിരുന്നത്. അവിടെ നടത്തിയ അന്വേഷണത്തിൽ അലവന്താറിന്റെ മറ്റൊരു മുഖമാണ് പോലീസിന് മനസ്സിലായത്. അയാൾ അവിടെ എത്തിയിരുന്നത് ചില സ്ത്രീകളുമായി സന്ധിക്കാനായിരുന്നു. അക്കാലത്ത് ഈ ഫൗണ്ടൻ പെന്നുകൾ ആഭിജാത്യത്തിന്റെ ലക്ഷണമായിരുന്നു. ഒരാൾക്ക് ഫൗണ്ടൻ പേന സമ്മാനിക്കുന്നത് ഏറ്റവും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ്. YMCAയിലെത്തുന്ന അലവന്താർ ഫൗണ്ടൻ പെന്നുകൾ സമ്മാനിച്ച് പല സ്ത്രീകളെയും വശത്താക്കി. പിന്നീട് അവരുമായി പുറത്തു പോകും. ജോർജ് ടൗൺ എന്നൊരു സ്ഥലത്തെ ലോഡ്ജിലേക്കായിരുന്നു അത്. പോലീസ് അവിടെ എത്തി അന്വേഷിച്ചു. ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പോലീസ് കടുത്ത സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ലോഡ്ജ് ഉടമ സത്യം തുറന്നു പറഞ്ഞു. മിക്കപ്പോഴും അലവന്താർ ഏതെങ്കിലും സ്ത്രീയുമായി അവിടെ എത്തും. അവിടെ അയാൾക്ക് വേണ്ടി മാത്രം ഒരു മുറി ഒഴിച്ചിട്ടിട്ടുണ്ട്. കറുപ്പ് കഴിക്കുന്നത്, അതായത് ഈ ഒപ്പിയം കഴിക്കുന്നത് ലൈംഗിക ശക്തിക്ക് നല്ലതാണെന്ന് അലവന്താർ ഈ ലോഡ്ജ് ഉടമസ്ഥനെ ഉപദേശിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ അലവന്താറിൻ്റെ സാരി, പെർഫ്യൂം ഇൻസ്റ്റാൾമെൻറ്റ് ബിസിനസ് പോലും സ്ത്രീകളെ വലയിലാക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് പോലീസ് കണ്ടുപിടിച്ചു. പലർക്കും ഇൻസ്റ്റാൾമെൻറ്റ് കൃത്യമായി തിരിച്ചടയ്ക്കാനാവില്ല. അങ്ങനെയുള്ളവരെ അയാൾ ലോഡ്ജിലേക്ക് കൂട്ടും. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കായാലിപ്പോൾ തോന്നാം, പക്ഷേ അക്കാലത്ത് സാരി, പെർഫ്യൂം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ഇന്നത്തേതുപോലെ ഒരു ചീപ്പ് രീതിയിലൊന്നും അത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. 97 പോലും ഫൗണ്ടൻ പെന്ന് ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വാല്യൂ ആയിരുന്നു. ഒരു ഹീറോ പെന്നാണ് നമ്മളിവിടെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. കൂടാതെ പാർക്കറും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. 1951 ദേവകി ഒരു ഫൗണ്ടൻ പെൻ മേടിക്കാനാണ് ജെമ്മാൻ കമ്പനിയുടെ ഷോപ്പിലെത്തിയത്. സുന്ദരിയായിരുന്ന ആ യുവതി തൊട്ടടുത്ത പ്ലാസ്റ്റിക് കടയിലിരുന്ന അലവന്താറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ജെമ്മാൻ കമ്പനിയുടെ ഷോപ്പിലേക്ക് ചെന്നു. കോട്ടും ടൈയും ഒക്കെ ധരിച്ച ആ ഒരു നാടൻ സായിപ്പിനെ ദേവകിയും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല. അവർ തമ്മിൽ പരിചയപ്പെട്ടു. അധികം വൈകാതെ അലവന്താർ അവൾക്കൊരു ഫൗണ്ടൻ പേന സമ്മാനിച്ചു. ദേവകി അയാളുടെ പ്രണയവലയിൽ വീണു. അത് ജോർജ് ടൗൺ തെരുവിലെ ലോഡ്ജിലേക്ക് നീണ്ടു. അലവന്താറിന് കുടുംബവും 2 കുട്ടികളുമുണ്ടെന്നും വളരെ വൈകിയാണ് മനസ്സിലായത്. അയാളുടെ ബന്ധങ്ങൾ ഈ ദേവകിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും മനസ്സിലായതോടെ
ദേവകി അയാളിൽ നിന്നും മെല്ലെ അകന്നു. ഇത് അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇര മാത്രമായിരുന്നു ദേവകി. അധികം വൈകാതെ ഇത് മനസ്സിലാക്കിയ ദേവകി കേരളത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. കേരളത്തിലെത്തിയ ദേവകി പ്രഭാകരൻ മേനോൻ എന്നൊരാളെ വിവാഹം ചെയ്തു. അധികം വൈകാതെ രണ്ടുപേരും കൂടി വീണ്ടും മദ്രാസിലേക്ക് തിരികെ വന്നു. ഭർത്താവുമായി ജം ആൻഡ് കമ്പനി ഷോപ്പിലെത്തിയ ദേവകിയെ അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് അലവന്താർ പെരുമാറിയത്. രണ്ടുപേരും കൂടിയും ഷോപ്പിലോട്ടൊക്കെ പോയിരുന്നു. ഈ അലവന്താറിൻ്റെ ഷോപ്പിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് ഭർത്താവിനായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് പരിചയപ്പെട്ട് ഇവരെ അഭിനന്ദിക്കുകയും അവരെ നല്ല രീതിയിൽ ഒരു അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വളരെ മാന്യമായിട്ടാണ് അലവന്താർ അവരോട് പെരുമാറുന്നതും അവരെ സ്വീകരിക്കുന്നതും. പക്ഷെ അവരുടെ പെരുമാറ്റങ്ങൾ ഈ പ്രഭാകരൻ മേനോൻ, അതായത് ഈ ദേവകിയുടെ ഭർത്താവിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് വലിയ നഗരങ്ങളിൽ പരിചയമില്ലാത്ത അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ അസാധാരണമായ രീതിയാണ്. കാരണം പ്രഭാകരൻ മേനോൻ ഒരു ചെറിയൊരു നഗരത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ചെന്നൈ പോലെ ഒരു സിറ്റിയിൽ ഇതായിരിക്കും രീതി എന്നുള്ള രീതിയിലാണ് അയാളും കണ്ടത്. എന്നിരുന്നാൽ പോലും അലവന്താറിൻ്റെ ഓവറായിട്ടുള്ള പെരുമാറ്റം പ്രഭാകരൻ മേനോനിൽ ചെറിയൊരു സംശയമൊക്കെ ഉളവാക്കുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ അലവന്താർ തന്ത്രശാലി ഒരു കുറുക്കനായിരുന്നു. പ്രഭാകരൻ മേനോൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാൾ ദേവകിയെ തേടി വീണ്ടും വന്നുകൊണ്ടിരുന്നു. തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭർത്താവിനെ അറിയിക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. വീണ്ടും ഒരിക്കൽ കൂടി അലവന്താറിന് വഴങ്ങുക എന്നത് ദേവകിക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. പക്ഷെ അലവന്താർ വിടാനൊരുക്കമായിരുന്നില്ല. ഒരു ദിവസം ദേവകി ഭർത്താവിനെയും കൂട്ടി മിനർവ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോയി. സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവകി തൻ്റെ പൂർവ്വകാല തെറ്റുകളൊക്കെ ഭർത്താവിനോട് ആ സമയത്ത് ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസരിക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കുന്നുണ്ട്. അലവന്താർ തന്നെ വീണ്ടും ശല്യം ചെയ്യുന്നുണ്ടെന്നും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ദേവകി ആ സമയം ഭർത്താവിനെ അറിയിക്കുകയാണ്. ദേവകിയുടെയും ഭർത്താവിൻ്റെയും സഹായമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഭാകരൻ മേനോൻ വരുമ്പോൾ അത് കൂടെ കൊണ്ടുവരുന്നതാണ് ഈ ആൺകുട്ടിയെ. അപ്പോൾ അവനെയും ഓഗസ്റ്റ് 28 ശേഷം കാണാനില്ലായിരുന്നു. മദ്രാസ് പോലീസിൻ്റെ ഒരു ടീം കേരളത്തിലെ ദേവകിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കേരളത്തിലെ പോലീസുകാരുടെ സഹായത്തോടെ അവർ ആ വീടൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഈ പയ്യൻ്റെ വീട് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഈ പയ്യനെ കണ്ടെത്തിയെങ്കിലും ഇവർ ദേവകിയുടെ വീടും ട്രേസ് ചെയ്യുമ്പോൾ അവിടെ ദേവകിയോ ഭർത്താവോ അവിടെ എത്തിയിട്ടില്ല. പ്രഭാകരൻ മേനോൻ്റെ വീട്ടിലും അവർ ചെന്നു. എന്നാൽ അവിടെയും ആ പയ്യൻ അവിടെ നിന്ന് കണ്ടെത്തി. അവനെ ചോദ്യം ചെയ്തു. മദ്രാസിലായിരുന്നപ്പോൾ ദേവകിയുടെ വീട്ടിൽ തന്നെയായിരുന്നു അവൻ്റെയും താമസം. അവരുടെ റൂമിന് പുറത്ത് നിലത്ത് പായ വിരിച്ച് കിടക്കും. അപ്പോൾ പല രാത്രികളിലും ദേവകി തേങ്ങിക്കരയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. അലവന്താർ തൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും ദേവകി പറഞ്ഞുകൊണ്ടിരുന്നത്. മദ്രാസിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ പോകാമെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അലവന്താർ തൻ്റെ ഭാര്യയെ ഈ ശല്യം ചെയ്യുന്നതിന് പ്രതികാരം ചെയ്യണമെന്ന് പ്രഭാകരൻ മേനോന് തോന്നി. അയാൾ അക്കാര്യം ഭാര്യയോട് പറയുന്നത് ഈ പയ്യൻ കേട്ടിരുന്നു. പ്രഭാകരൻ മേനോന് ബോംബെയിൽ ചില ബന്ധുക്കളുള്ളതായിട്ട് പോലീസിന് പ്രഭാകരൻ മേനോൻ്റെ നാട്ടിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ മനസ്സിലായി. ഓഗസ്റ്റ് 28 വൈകിട്ട് ചെന്നൈയിൽ നിന്നും ബോംബെയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നതായിട്ട് പോലീസ് മനസ്സിലാക്കണം. അപ്പോൾ അലവന്താറിനെ കൊന്നതിന് ശേഷം അലവന്താറിൻ്റെ ബോഡി ബോട്ടുമേൽ ട്രെയിനിൽ കയറ്റി വിട്ടതിന് ശേഷം ഈ ദേവകിയും ഭർത്താവും ബോംബെക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവണം. മദ്രാസ് പോലീസിൻ്റെ ഒരു സംഘം ബോംബെക്ക് പുറപ്പെട്ടു. ബോംബെ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവർ മേനോൻ്റെ ബന്ധുക്കളെ തിരയാൻ ആരംഭിച്ചു. ഗല്ലികളിലൂടെയുള്ള നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അവരെ കണ്ടെത്തി. പോലീസ് എത്തുമ്പോൾ ഒരു ചെറിയ മുറിയിൽ ക്ഷീണിതയായി കിടക്കുകയായിരുന്നു ദേവകി. ഫോട്ടോയുടെയും മറ്റു വിവരങ്ങളിലൂടെയും അവർ ദേവകിയെ തിരിച്ചറിഞ്ഞു. മദ്രാസിൽ നിന്നും എത്തിയ അവളുടെ ഗർഭം അലസിപ്പോയിരുന്നു. അപ്പോൾ ദേവകി ഗർഭിണിയായിരുന്നു. ചികിത്സയ്ക്കൊക്കെ ശേഷം അവർ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. പക്ഷേ ദേവകി ഒന്നും മറച്ചു വെച്ചില്ല. ഓഗസ്റ്റ് 28 ഉച്ചയ്ക്ക് അവൾ പാരീസ് ബസാറിൽ എത്തിയിരുന്നു. അലവന്താർ കടയിലുണ്ടായിരുന്നു ആ സമയത്ത്. അയാളോട് അവൾ രഹസ്യമായി സംസാരിച്ചു. തൻ്റെ ഭർത്താവ് കേരളത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയമുണ്ടെങ്കിൽ ഇപ്പോൾ വീട് വരെ ഒന്ന് വരണമെന്നായിരുന്നു ഒരു മെസ്സേജ്. ഇത് കേട്ടപാടെ ആവേശഭരിതനായ അലവന്താർ തൻ്റെ പ്ലാനൊക്കെ സക്സസ് ആയെന്നും കരുതി കടമൊക്കെ ഉടനെ അടച്ച് ഈ ദേവകിയുടെ ഒപ്പം പോകാൻ റെഡി ആവുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ. ഇതേ സമയം ദേവകിയുടെ വീട്ടിൽ പ്രഭാകരൻ മേനോൻ സഹായി പയ്യൻ്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് ടൗണൊക്കെ ചുറ്റി കറങ്ങി ഒന്ന് വരാൻ പറഞ്ഞു. അവനെ വിട്ടു. അതുകൂടാതെ ഒരു സിനിമയും കൂടി കണ്ടിട്ട് വന്നാൽ മതി എന്ന് കേട്ടതോടുകൂടി ആ പയ്യനാണ് നല്ല സന്തോഷത്തിലുമായി. ഒരു റിക്ഷയിലാണ് ദേവകി അലവന്താറിനൊപ്പം വീട്ടിലെത്തുന്നത്.
അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ കയറി വാതിലടച്ച ഉടനെ അയാളോട് ദേവകി ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ എന്താ പറയുക, ആക്രാന്ത മുഖത്ത് നിന്ന് അലവന്താർ ഇരിക്കാനുള്ള മൂഡിലായിരുന്നില്ല. അയാൾ തൻ്റെ ഒരു കാമച്ചിരിയോടുകൂടി ദേവകിയെ ആലിംഗനം ചെയ്യാനും ചുംബിക്കാനുമായിട്ട് ശ്രമിച്ചു. ദേവകി ഒരുപാട് തടയാൻ ശ്രമിച്ചിട്ടും അയാൾ പിന്മാറിയില്ല. എന്നാൽ അലവന്താർ അവിടെ ദേവകിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഈ ശബ്ദം കേട്ടതിൽ നിന്നും പ്രഭാകരമേനോന് മനസ്സിലായി. ആ സമയത്തുണ്ടായ ദേഷ്യത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയാണ് പ്രഭാകരമേനോന്റെ കൈ കിട്ടിയത്. അതുമായി സ്വീകരണ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ അലവന്താർ തൻ്റെ കൈക്കുള്ളിലാക്കിയ ദേവകിയെ ചുംബിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കോപമൂത്ത പ്രഭാകരമേൻ തുര അയാളെ കുത്തി. അലവന്താർ പിടഞ്ഞു മരിച്ചു. ആ ഒരു കുത്തിൽ ഹൃദയത്തിൽ ഒരു കുത്തു കിട്ടി. അതോടുകൂടി ആൾ സ്പോട്ടിലാ തീർന്നു. അപ്പോഴാണ് തങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഗുരുതരാവസ്ഥയെപ്പറ്റി അവർ ആലോചിച്ചത്. കൺമുന്നിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. അവിടെ എങ്ങും രക്തം ചിതറിയിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തങ്ങൾ കൊലപാതകളായിരിക്കുന്നു. ദേവകി ബോധരഹിതയായി. എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്ത പ്രഭാകരമേനോനെ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അയാൾ ദേവകിയെ ഉണർത്തി. അലവന്താറിന്റെ ബോഡി മറവ് ചെയ്യാൻ അവർക്കൊരു പ്ലാൻ ആസൂത്രണം ചെയ്യേണ്ടി വന്നു. നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന വലിയൊരു ട്രങ്ക് പെട്ടി അവിടെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു. ആളെ തിരിച്ചറിയാതിരിക്കാൻ തല ഛേദിച്ചു മാറ്റി. അയാളുടെ വസ്ത്രങ്ങളും മാറ്റി. തുടർന്ന് ആ ബോഡി ട്രങ്ക് പെട്ടിയിലാക്കി ശിരസ് അലവന്താറിന്റെ ഷർട്ടിലും പൊതിഞ്ഞു. അതിനുശേഷം മുറിയൊക്കെ കഴുകി വൃത്തിയാക്കി. ടൗണിൽ കറങ്ങാൻ പോയ പയ്യൻ തിരികെ എത്തും മുമ്പ് അവർ വീട് പൂട്ടിയിറങ്ങി. ഒരു ദീർഘ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ബോട്ട് മെയിൽ ട്രെയിൻ യാത്ര പുറപ്പെടാൻ തയ്യാറായി പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. പ്രഭാകരമേനോൻ ഒരു പോർട്ടറുടെ സഹായത്തോടു കൂടി ആ ട്രങ്ക് പെട്ടി ട്രെയിനിൽ കയറ്റുമ്പോൾ അല്പം മാറി ദേവകി അത് നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദേവകിയെ സ്റ്റേഷനിൽ നിർത്തിയ മേനോൻ ഒരു റിക്ഷ പിടിച്ച് റായപുരം കടൽ തീരത്തേക്ക് പോയി. അയാളുടെ കയ്യിലെ കെട്ടിൽ അലവന്താറിൻ്റെ ഒരു ശിരസ് ഉണ്ടായിരുന്നു. ആളൊഴിഞ്ഞ ഒരിടത്ത് മണലിൽ ഒരു കുഴിയുണ്ടാക്കി അത് മൂടിയിട്ടു. വേലിയിറക്കത്തിൻ്റെ സമയമായിരുന്നതിനാൽ പിന്നീട് വേലിയേറ്റം ഉണ്ടായപ്പോൾ തിരകളടിച്ച് ആ മണ്ണ് മാറിയൊണ്ടാണ് ആ ഒരു തല വെളിയിൽ വരാൻ കാരണമായത്. ഒരു പക്ഷേ അയാൾ അത് കടലിൽ എറിഞ്ഞ് കളഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കണ്ടെടുക്കപ്പെടില്ലായിരുന്നു. തിരികെ സ്റ്റേഷനിലെത്തിയ മേനോനും ദേവകിയും അടുത്ത ട്രെയിനിൽ ബോംബെക്ക് പുറപ്പെട്ടു. പോലീസ് എത്തുമ്പോൾ പ്രഭാകരമേനോൻ അവിടെ ഇല്ലായിരുന്നു. എവിടെയാണ് ദേവകിക്ക് അറിയുകയുമില്ലായിരുന്നു. പോലീസ് അയാൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. അയാൾ ചൗപ്പാട്ടി ബീച്ചിലുണ്ടെന്ന് അധികം വൈകാതെ പോലീസ് കണ്ടെത്തി. താടിയും മുടിയും എല്ലാം പഠിച്ച് മറ്റൊരു രൂപത്തിലായിരുന്നു അയാൾ. ഹിന്ദി അറിയാത്ത മലയാളം മാത്രം അറിയുന്ന അയാൾ പ്രഭാകരമേനോനാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പോരാഞ്ഞിട്ട് അയാളുടെ പോക്കറ്റിൽ ഒരു ഫൗണ്ടൻ പെൻ ഉണ്ടായിരുന്നു. ജമ്മാൻ കമ്പനി വിതരണം ചെയ്യുന്ന അതേ ഇനം ഫൗണ്ടൻ പെനാണ്. അറസ്റ്റിലായ ദേവകിയെയും പ്രഭാകരമേനോനെയും പോലീസ് മദ്രാസിലേക്ക് കൊണ്ടുവന്നു. പത്രങ്ങളുടെ മുൻപേജുകൾ അലവന്താർ കൊലക്കേസ് കൊണ്ട് നിറഞ്ഞു. കേസിൽ ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല, സാഹചര്യ തെളിവുകൾ മാത്രം. ഈ ഒരു സാഹചര്യത്തിൽ ദേവകിയെ മാപ്പുസാക്ഷിയാക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. പ്രഭാകരമേനോന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ദേവകി അതിന് തയ്യാറായില്ല. തനിക്ക് വേണ്ടിയാണ് ഭർത്താവ് ഈ കൃത്യം ചെയ്തതെന്ന് ദേവകിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിലെ ക്രിമിനൽ സെഷൻസ് കോടതിയിൽ കേസ് വിചാരണയ്ക്കെത്തി. ആയില്ലം സുബ്രഹ്മണ്യ പഞ്ചാബകേശൻ അയ്യറായിരുന്നു സെഷൻ ജഡ്ജി. മദ്രാസിൽ അന്ന് ജൂറി സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. ചില ജൂനിയർ അഡ്വക്കേറ്റുമാരും മദ്രാസിലെ പ്രമുഖരായ ചിലരും ഉൾപ്പെടുന്ന 9 പേരുള്ള ജൂറിയുടെ മുന്നിലാണ് കേസ് വിചാരണ ആരംഭിച്ചത്. 1953 മാർച്ച് 13 വിചാരണ ആരംഭിച്ചു. കോടതിയിലും പരിസരത്തുമായി വലിയൊരു ജനാവലിയാണ് തടിച്ചുകൂടിയത്. പോലീസ് ബന്ദോബസ്തുകൾ തകർന്നതിനാൽ റിസർവ് പോലീസിനെ വിളിച്ചു. പ്രോസിക്യൂട്ടർ ഗോവിന്ദ സ്വാമിനാഥൻ വാദങ്ങൾ നിരത്തി. കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. സഹായിയായ ആ പയ്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവകിയും ഭർത്താവും അലവന്താറിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നതിനാൽ അവർ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കൊലപാതകമാണെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ദേവകി അലവന്താരെ അയാളുടെ കടയിൽ നിന്നും വിളിച്ചു വരുത്തി വീട്ടിലെത്തുകയായിരുന്നു. അവിടെ കാത്തിരുന്ന മേനോൻ അയാളെ വകവരുത്തി. തെളിവ് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിക്രൂരമായി മൃതദേഹത്തിൻ്റെ ശിരസറക്കുകയും അതൊരു പൈശാചിക ഒരു കുറ്റകൃത്യമായിട്ടും കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരു പൈശാചികരമായ ഒരു കൊലപാതകമായിട്ടാണ് പ്രോസിക്യൂട്ടർ ഇത് കോടതിയിൽ അവതരിപ്പിച്ചത്. എന്നാൽ പ്രതിഭാഗം വക്കീൽ VT സുന്ദർരാജൻ ഈ വാദങ്ങളെ എതിർത്തു. പ്രതികൾക്ക് അലവന്താറിനെ കൊല്ലണമെന്ന യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിലെത്തിയ അലവന്താർ ദേവകിയെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി അവരുടെ സമ്മതമില്ലാതെ കയറി പിടിക്കുകയും
അത് കണ്ട ഭർത്താവ് ദേവകിയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അയാളെ പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ ആക്രമിക്കുകയായിരുന്നു. ഇതൊരു കൊലപാതകമല്ല, ആത്മരക്ഷാർത്ഥമുള്ള നരഹത്യ മാത്രമാണെന്നും പ്രതിഭാഗം വക്കീൽ വാദിച്ചു. വാദങ്ങളെല്ലാം കേട്ട ജഡ്ജിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: അലവന്താർ നികൃഷ്ടനും മ്ലേച്ഛനുമായൊരു ക്ഷുദ്രജീവിയായിരുന്നു. ഇത്തരം ആൾക്കാരെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുന്നത് തന്നെയാണ് ഉചിതം. പ്രതിഭാഗം വക്കീലിൻ്റെ വാദങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് യോജിപ്പ്. എന്നാൽ ജൂറി പ്രതികൾ കുറ്റം ചെയ്തതായിട്ടാണ് കണ്ടെത്തിയത്. 1953 ഓഗസ്റ്റ് 13 ജൂറിയുടെ കണ്ടെത്തൽ അംഗീകരിച്ചുകൊണ്ട് ജഡ്ജി വിധി പുറപ്പെടുവിച്ചു. പ്രഭാകരൻ മേനോന് 7 വർഷം കഠിന തടവിനും ദേവകിയെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചു. പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പോലീസിനും മറ്റുള്ളവർക്കും വളരെ നിരാശയുണ്ടാക്കുന്നതായിരുന്നു ഈ വിധി. ജഡ്ജി മലയാളി ആയിരുന്നതിനാൽ അദ്ദേഹം മനഃപൂർവ്വം പ്രതികൾക്ക് അനുകൂലമായി വിധിക്കുകയായിരുന്നു എന്നൊരു മുറുമുറുപ്പ് പലയിടത്തുമുണ്ടായി. മേനോന് അപ്പീൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിലും പ്രതിഭാഗം വക്കീൽ തടഞ്ഞു. മേൽക്കോടതിയിൽ പോയാൽ വധശിക്ഷ വരെ ലഭിച്ചേക്കാം എന്നയാൾ പറഞ്ഞു. അതോടുകൂടി പ്രതികൾ അപ്പീൽ പോയില്ല. ജയിലിലെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെയും ശിക്ഷാകാലാവധിക്ക് മുമ്പ് തന്നെ മോചിപ്പിച്ചു. ജയിലിലിറങ്ങിയ പ്രഭാകരൻ മേനോനും ദേവകിയും കേരളത്തിലോട്ട് തന്നെ തിരിച്ചു വന്നു. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. അപ്പോൾ 1952 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും പ്രതികളായ 2 പേർ മദ്രാസിനെ പിടിച്ചു കുലുക്കിയ ഒരു അലവന്താർ മർഡർ കേസാണ്. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടണം. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ അറിയിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് കുറച്ച് കുറവാണ്. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോയുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ വരാമെന്ന ശുഭപ്രതീക്ഷയോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.